സോ ഗൈസ് നമ്മൾ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1ന്റെ അതിലെ 12ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ് ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേയേഴ്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. ആരും വീഡിയോക്ക് ലൈക്ക് തരാൻ വേണ്ടി മറക്കണ്ട. സോ ഗൈസ് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ബ്ലീച്ചിന്റെ എപ്പിസോഡ്സ് ഇടാൻ വേണ്ടി കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. സോ ഗൈസ് ഇനി അങ്ങനെ അല്ലായിരിക്കും, ഞാൻ മാക്സിമം എല്ലാ ദിവസവും ബ്ലീച്ചിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ചില ദിവസം ഞാൻ 2 ബ്ലീച്ചിൻ്റെ എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ച് ഇടുന്നതായിരിക്കും. സോ ഗൈസ് ഇതെല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കത്തിന് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു കോയിൻ പോലത്തെ സാധനം എടുക്കുന്നു. ഇത് കണ്ട് ഇച്ചിഗോ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊരു ഹോളോ ബൈറ്റ് ആണെന്ന് അവൻ പറയുന്നു. ഞാൻ ഈ സാധനം പൊട്ടിച്ചാൽ ഉടൻ തന്നെ കുറേ ഹോളോസ് എൻ്റെ അടുത്തേക്ക് വരും. അത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിലൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഇഷിത പറയുന്നു, ഇനി വരാൻ പോകുന്ന 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഹോളോസിനെ കൊല്ലുന്ന ആൾ വിജയിക്കുന്നു. എന്നാൽ ഈ മത്സരം മറ്റുള്ളവരെ ഡേഞ്ചറി ആക്കുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇച്ചിഗോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പേടിക്കേണ്ടെന്ന് നമ്മുടെ ഇഷിത പറയുന്നു. കാരണം എല്ലാ ഹോളോസിനെയും ഞാൻ തന്നെ കൊന്നിരിക്കും. ഇച്ചിഗോ നിനക്ക് ആൾക്കാരെ മൊത്തം ഹോളോസിനെ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് അവൻ പറയുന്നു. സോ ഗൈസ് അതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആ ചാലഞ്ച് ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഇഷിതയാണെങ്കിൽ ആ ഹോളോ ബൈറ്റ് പൊട്ടിക്കുകയാണ്. അതേസമയം തന്നെ കാർക്കുറ സിറ്റിയിൽ ഒരു വലിയ ഇടിമിന്നൽ സംഭവിക്കുന്ന സമയത്ത് ആകാശത്തിൽ നിന്നൊരു പോർട്ടൽ തുറന്നു വന്നിട്ട് ഒരു ഹോളോ അതിൻ്റെ അകത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അത് താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ഒരു ഇഷിതയാണെങ്കിൽ ഒരു അമ്പ് വിട്ട് അതിനെ നശിപ്പിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ കോമ്പറ്റീഷൻ അവിടെ വെച്ച് സ്റ്റാർട്ട് ആകുന്നു. നോക്കുന്ന സമയത്ത് ഇച്ചിഗോ ഓടി വന്നിട്ട് അവന്റെ കഴുത്തിന് പിടിച്ചിട്ട് നിർത്താൻ വേണ്ടി പറയുന്നു. സമയം ഒരുപാടധികം ലേറ്റായി. ഈ സിറ്റിയിലുള്ള ഹൈ സ്പിരിച്വൽ എനർജിയുള്ള എല്ലാവരെയും ഈ ഹോളോസ് ഇന്ന് ആക്രമിക്കുമെന്ന് ആ ഇഷിത പറയുന്നു. കരീനും യൂസുവും ഇപ്പൊ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇച്ചിഗോയും കോണും അവരുടെ അടുത്തേക്ക് പോകുന്നു. അവർ ഓടിപ്പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ്, നിന്റെ സിസ്റ്റേഴ്സ് കൂടാതെ തന്നെ ഈ സിറ്റിയിൽ ഒരുപാടധികം ഹൈ സ്പിരിച്വൽ എനർജീസ് ഉള്ള കുറേ പേരുണ്ട്. സോ ഞാൻ അവരെ എല്ലാവരെയും രക്ഷിച്ചിട്ട് സോൾ റിപ്പേഴ്സ് വീക്കർ ആണെന്ന് ഞാൻ കാണിച്ചു തരുമെന്ന് പറയുകയാണ് ഇഷിത. സോ ഈ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താട്സുക്കിയാണ്. നമ്മുടെ താട്സുക്കി ആണെങ്കിൽ ഡോജോ ക്ലാസിന്റെ ബ്രേക്കിൽ വെളിയിൽ നിൽക്കുകയാണ്. നമ്മുടെ താട്സുക്കിക്കും ഈ സ്പിരിറ്റ്സിനെയൊക്കെ കാണാനുള്ള എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 സ്പിരിറ്റ് ലവേഴ്സ് അവളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഇവൾ കാണുന്നു. എന്നിട്ട് ബ്രേക്ക് ആയിട്ട് താട്സുക്കി ഡോജോ ക്ലാസ്സിൽ കയറാൻ നോക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ഒരു ഹിമി എത്തുന്നു. എന്താണെന്ന് താട്സുക്കി ചോദിച്ചപ്പോൾ എനിക്കൊരു സീരിയസ് കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് ഒരു ഹിമി നാണിച്ച് പറയുന്നു. അതേസമയം തന്നെ നമ്മുടെ താട്സുക്കി ആണെങ്കിൽ തനിക്ക് എന്നു മുതലാണ് സ്പിരിറ്റ്സിനെയൊക്കെ കാണാൻ തുടങ്ങിയെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് ഒർഹിമിയുടെ വീട്ടിൽ പോയ ആ സമയം മുതലാണ് എനിക്ക് സ്പിരിറ്റ്സിനെ കാണാൻ വേണ്ടി തുടങ്ങിയത്. അതേസമയം തന്നെ നമ്മുടെ താട്സുക്കിയുടെ മുന്നിൽ ഒരു സ്പിരിറ്റ് വന്നിട്ട് നമ്മുടെ താട്സുക്കിനെ കളിയാക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്ന് നമ്മുടെ താട്സുക്കി എന്തോ കിടന്ന് കാണിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഒർഹിമിക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒർഹിമി കാര്യം പറയാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ എന്തോ ശബ്ദം വരുന്നു. ആ ശബ്ദം എന്തുവാണെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ താട്സുക്കി അങ്ങോട്ട് പോകുന്നു. നമ്മുടെ ഒർഹിമി എന്തോ ഒരു സാധനം കണ്ടിട്ട് പേടിക്കുകയാണ്. സോ ഗയ്സ് പിന്നീട് കാണിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കരീനെ ആകാശത്തോട്ട് നോക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു അവൾ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ 3ാമത്തെ ഹോളോവിനെ നശിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ഇഷിതയാണെങ്കിൽ 4-5 ഹോളോസിനെ ഒറ്റയടിക്ക് തന്നെ ഇല്ലാതാക്കുകയാണ്. ഹെറയുടെ അടുത്ത് വന്ന നമ്മുടെ റൂക്കിയുടെ ഹോളോ ഫോണിൽ നിന്ന് ഒരുപാടധികം ഹോളോസ് ഒത്തുകൂടുന്നതായിട്ട് കാണിക്കുന്നു. അവൾ വെളിയിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത് ആകാശത്തിൽ നിന്ന് ഒരു പോർട്ടൽ തുറന്നിരിക്കുന്നു. ആ പോർട്ടലിൽ നിന്ന് ഒരുപാടധികം ഹോളോസ് താഴേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും അവൾക്ക് മനസ്സിലാകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒരുപാടധികം ഹോളോസിനെ നശിപ്പിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ കരീനെ തപ്പുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാധുവിനെയാണ്. നമ്മുടെ സാധു ആണെങ്കിൽ സാധുവിൻ്റെ ഫ്രണ്ട്സും കൂടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സാധുയ്ക്ക് എന്തോ ഒരു ബാഡ് ഫീലിംഗ് പോലെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ സാധു നോക്കിക്കൊണ്ട് ബാക്കിയുള്ള 2 ഫ്രണ്ട്സും അവിടെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ മുമ്പിലേക്ക് ഒരു ഹോളോ പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാവരും അവിടെ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നു. സാധുയ്ക്ക് അതൊരു ഹോളോ ആണെന്ന് മനസ്സിലാകുന്നു. അവൻ അതിനെ ചെറുതായിട്ട് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ സാധു ആണെങ്കിൽ അവന്റെ 2 കൂട്ടുകാരെയും അവിടെ നിന്ന് മാറ്റുകയാണ്. അന്നേരം തന്നെ ആ ഹോളോ ആണെങ്കിൽ നമ്മുടെ സാധുവിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ സാധു അവിടെ നിന്ന് മാറുകയാണ്. അതേസമയം തന്നെ അവന് മനസ്സിലാകുകയാണ് ആ ഹോളോ അവന്റെ പുറകിലാണെന്ന്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സാധു അവിടെ നിന്ന് ഓടുകയാണ്. ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവൻ ഓടിപ്പോവുകയാണ്. അങ്ങനെ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കരീനാണെങ്കിൽ കളിയൊക്കെ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ സാധു ആണെങ്കിൽ അവളുടെ മുന്നിലേക്ക് വരികയാണ്. അവർക്ക് 2 പേർക്കും തമ്മിൽ അങ്ങോട്ട് മനസ്സിലാകുന്നു. പെട്ടെന്ന് തന്നെ ആ ഹോളോ അങ്ങോട്ട് വന്ന് ആക്രമിക്കുകയാണ്. നമ്മുടെ സാധു ആണെങ്കിൽ കരീനെ പൊക്കി അവിടെ നിന്ന് ചാടുകയാണ് പെട്ടെന്ന് തന്നെ. അങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിയെങ്കിലും നമ്മുടെ സാധുയ്ക്കാണെങ്കിൽ
കരിനാണെങ്കിൽ അതിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇത് ചെയ്യുമെന്ന് അവൻ ആലോചിക്കുന്ന സമയത്ത് കരീൻ അതെന്താണെന്ന് നമ്മുടെ സാധു അവളോട് ചോദിക്കുന്നു. അവൾക്ക് അത് വ്യക്തമായിട്ട് കാണാനോ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സാധു കരീൻ്റെ ഹെൽപ്പ് കൊണ്ട് തന്നെ നമ്മുടെ സാധുവും കരീനും ആ ഹോളോന്റെ അടുത്തു നിന്ന് പിന്നെയും രക്ഷപ്പെടുന്നു. അങ്ങനെ സാധുവിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കരീനാണെങ്കിൽ ആ ഹോളോസിന് മൂവ്മെന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതേ സമയം തന്നെ നമ്മുടെ സാധു നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കരീൻ പറയുകയാണ്, ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ ജീവനെ എവിടെ കണ്ടിട്ടുണ്ട്, ഇച്ചിഗോയും ഈ ജീവിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നു. അത് കേട്ടിട്ട് നമ്മുടെ സാധു ഒന്ന് അത്ഭുതപ്പെടുന്നു. ഇതേ സമയം തന്നെ ഹോളോന്റെ അറ്റാക്ക് കാരണം അവർ രണ്ടുപേരും അവിടെ നിന്ന് തെറിച്ചു വീരുന്നു. കരീനാണെങ്കിൽ നമ്മുടെ സാധുവിനെ എഴുന്നേപ്പിക്കുന്ന നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കരീന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ കരീനോട് ചോദിക്കുന്നു. എന്നാൽ ആ ഹോളോ ആണെങ്കിൽ കരീന്റെ ഫ്രണ്ട്സിന്റെ പുറകിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് മനസ്സിലാക്കി നമ്മുടെ കരീനാണെങ്കിൽ അവരെ എല്ലാവരെയും പിടിച്ച് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സാധുവയ്ക്കാണെങ്കിൽ അവൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ മുത്തച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വരുന്നു. നീ പിന്നെയും ആളുകളെ ഉപദ്രവിച്ചോ സാധു? നിന്നെ വേദനിപ്പിച്ചവരെ നീ തിരിച്ച് വേദനിപ്പിച്ചുകൊണ്ട് നീ എന്താണ് അർത്ഥമാക്കുന്നത്? സാധു, നീ ഒരു ഭാഗ്യവാനാണ്. നിനക്ക് ഉയരവും ശക്തിയും സൗന്ദര്യവും എല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് ജനിക്കാൻ നേരത്തെ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും നിനക്കുണ്ട്. ഈ ലോകം വളരെയധികം വൃത്തികെട്ടതാണ്. അതുകൊണ്ട് തന്നെ നീ വളരെയധികം ക്ഷമയുള്ള ഒരുത്തനായിരിക്കണം. അപ്പം നിനക്ക് ഈ കിട്ടിയിട്ടുള്ള കഴിവുകളുടെ അർത്ഥം നിനക്ക് അന്നേരം മനസ്സിലാക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാധുവിൻ്റെ പ്രസന്റാണ്. പ്രസന്റിൽ നമ്മുടെ സാധു മനസ്സിൽ പറയുകയാണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയും സൗന്ദര്യവും ഈ വലിയ ശരീരം എല്ലാം എനിക്ക് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധു അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള ശക്തി തരണേ മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ കിടന്ന് അലയ്ക്കുന്നു. അതേസമയം തന്നെ അങ്ങോട്ടൊരു വലിയ വെളിച്ചം അടിക്കുന്നു. അവിടെ നിന്ന് ആ ഹോളോന്റെ കൈയാണെങ്കിൽ അങ്ങ് അറ്റ് പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത നമ്മുടെ കൈ നോക്കുന്ന സമയത്ത് സാധുവിന്റെ ലെഫ്റ്റ് കൈയിൽ എന്തോ ഒരു ആർമർ പോലത്തെ ഒരു സാധനം ഉണ്ടായതായിട്ട് കാണുന്നു. അതേസമയം തന്നെ നമ്മുടെ സാധുവിക്കാണെങ്കിൽ ആ ഹോളോനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഓടിപ്പോയിട്ട് നമ്മുടെ സാധു ആണെങ്കിൽ ആ ഹോളോനെ ഇടിച്ച് ഒറ്റയടിക്ക് നശിപ്പിക്കുക. അതൊക്കെ കണ്ട് ഓടി വന്ന് നമ്മുടെ നമ്മുടെ സാധുവിനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ച സമയത്ത് നമ്മുടെ സാധു ആണെങ്കിൽ ഒരു തംസപ്പ് കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാധു ആണെങ്കിൽ തറയിലേക്ക് വീഴുകയാണ്. തറയിലേക്ക് വീണ സാധു എനിക്ക് എന്താണ് ഇപ്പൊ സംഭവിച്ചതെന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറ്റുമെന്ന് നമ്മുടെ കരിയനോട് സാധു ചോദിക്കുന്ന സമയത്ത് കരീൻ പറയുകയാണ്, എനിക്കല്ല പറ്റിയത്, നിനക്കാണെന്ന് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുക. അത് കേട്ട് നമ്മുടെ സാധു പറയുകയാണ് അത് കുഴപ്പമില്ലെന്ന്. ഇത് കേട്ട് കരീനാണെങ്കിൽ അവന്റെ കയ്യിലിട്ട് തൊഴിച്ചുകൊണ്ട് പറയുകയാണ്, നീയും ഒരു ഇച്ചിഗോനെ പോലെ തന്നെ ഒരു മണ്ടനാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരീൻ അവിടെ നിന്ന് പോവുകയാണ്. ഇച്ചിഗോയുടെ സിസ്റ്ററും ഇച്ചിഗോനെ പോലെ തന്നെയാണെന്ന് നമ്മുടെ സാധു മനസ്സിൽ വിചാരിക്കും. അതേസമയം തന്നെ നമ്മുടെ താത്സുക്കി ഒറിഹിമയും അവരുടെ ക്ലാസ്സിലെ ചില്ല് പൊട്ടിയത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറിഹിമയാണെങ്കിൽ അവളുടെ മണ്ടയ്ക്ക് നിന്ന് ഒരു ഹോളോനെ കാണുന്നു. സോ ഗയ്സ്, അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 12ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗയ്സ്, ഒരുപാട് പേര് അങ്ങ് കമന്റ് ചെയ്ത് അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലീച്ചിൻ്റെ എപ്പിസോഡ് എന്ത് ഇത് പറഞ്ഞുകൊണ്ട്. സോ ഗയ്സ്, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അങ്ങ് ചോദിച്ചോ. സോ ഗയ്സ്, അഥവാ എനിക്ക് ഇടയ്ക്ക് വല്ലതും എപ്പിസോഡ് ഇടാൻ മടി വല്ലതും തോന്നുന്ന സമയത്ത് ഇങ്ങനത്തെ കമൻറ്റ്സ് കാണുമ്പം എനിക്ക് ഇടാൻ വേണ്ടി തോന്നും. സോ ഗയ്സ്, അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്തോ. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കണ്ട. സോ ഗയ്സ്, ഞാനിനി ഒരു ദിവസം ഒരു 2 ബ്ലീച്ചിൻ്റെ എപ്പിസോഡ്സ് വീതം ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ഗയ്സ്, അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ.